ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഒരുപക്ഷെ ഇൻഫിനിറ്റി കാസിൽ ആർക്ക് മൂവി കണ്ടിറങ്ങിയവർക്ക് ഒരുപാട് നൊമ്പരങ്ങൾ സമ്മാനിച്ച ഒരു കഥാപാത്രമായിരിക്കും അക്കാസ. ഒരിക്കലും ഒരു വില്ലനായി മാറാൻ കൂട്ടാക്കാത്ത വ്യക്തിയെ സമൂഹം ഒറ്റക്കെട്ടായി വില്ലനാക്കി മാറ്റുകയായിരുന്നു. കുട്ടിക്കാലം മുതൽക്കേ യാതനകൾ അനുഭവിച്ചു വളർന്ന ആ ഒരു ബാലന് സമൂഹത്തോടൊന്നും വെറുപ്പ് മാത്രമായിരുന്നു. എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം സംഭവിക്കുന്നത് തൻ്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്ന ആ രണ്ട് വ്യക്തികൾ കാരണമായിരുന്നു. ആരാണ് അവരെന്നും അക്കാസ എങ്ങനെയൊരു ഡീമണായി മാറിയെന്നുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അനിമെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്തേക്കുക. അപ്പോൾ കൂടുതൽ പറഞ്ഞു വെറുപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. ഏവർക്കും കോമിക് വണ്ടേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മൂഗൻ ട്രെയിൻ ആർക്കിലൂടെയാണ് അക്കാസയുടെ അപ്പിയറൻസ് ഉണ്ടാവുന്നത്. അന്നൊരു സാധാ ഡീമനാണെന്ന് കരുതിയ നമ്മളിലേക്ക് തീപ്പൊരി വിതറിക്കൊണ്ടായിരുന്നു അക്കാസയുടെ നീക്കങ്ങൾ. എല്ലാവരുടെയും ഫേവറേറ്റ് ക്യാരക്ടറായിരുന്ന റെങ്കോക്കുവിനെ ഇല്ലാതാക്കുന്നതോടുകൂടി ഒരേ സമയം ഹെയ്റ്റേഴ്സും എന്നാൽ അതേസമയം ആരാണ് ഈ ഡീമൻ എന്നുള്ള വെമ്പലായിരുന്നു നമ്മളിലേവർക്കും. പിന്നീട് മാങ്ക ചാപ്റ്റർ 154 ഇറങ്ങുമ്പോഴാണ് അക്കാസയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയത്. രോഗം ബാധിച്ച തൻ്റെ പിതാവ്, ഒരു നേരത്തെ ആഹാരത്തിനോ മരുന്നിനോ സാമ്പത്തികമില്ലാതിരുന്ന ഒരു കുടുംബം. എങ്കിലും തൻ്റെ പിതാവിനെ എങ്ങനെയും സംരക്ഷിക്കണമെന്നുള്ള ആ 11 വയസ്സുകാരനായ ഹക്കൂജി എന്ന ബാലൻ മോഷണം തൻ്റെ നിത്യവൃത്തിയാക്കുന്നു. രാത്രികാലങ്ങളിൽ അവൻ മറ്റുള്ളവരുടെ പണം മോഷ്ടിച്ചു. അതിൽ നിന്നും അവൻ പിതാവിന് മരുന്നുകളും മറ്റും വാങ്ങി നൽകി. എന്നാൽ ഒരിക്കൽ പിടിക്കപ്പെട്ടു. ചാട്ട കൊണ്ടുള്ള മർദ്ദനം ഏറ്റുവാങ്ങി. അങ്ങനെ ഓരോ തവണയും അവൻ പിടിക്കപ്പെടുന്ന വ്യക്തിയുടെ കൈകളിൽ 3 പ്രാവശ്യം പച്ച കുത്തുന്ന പതിവ് ഉണ്ടായിരുന്നു. ഹക്കുജിക്ക് ഇത് അവസാന വാണിംഗ് ആണ്. ഇനി മോഷ്ടിച്ചാൽ അവനിനി നഷ്ടപ്പെടുന്നത് അവൻ്റെ കൈകളായിരിക്കും. എന്നാൽ ഇതിനോടൊന്നും അവന് നന്നേ ഭയമില്ലായിരുന്നു. കൈകൾ നഷ്ടപ്പെട്ടാലും അവൻ്റെ ധൈര്യത്തെ ആർക്കും കവർന്നെടുക്കാൻ സാധിച്ചിരുന്നില്ല. അധികാരികളുടെ മുമ്പിൽ ധിക്കാരപരമായി അവൻ സംസാരിച്ചു. ആരെയും ഭയമില്ലാത്ത ആ ബാലനെ ഏവരും ഭയന്നിരുന്നു. അവനെ ഒരു ഡീമൺ ചൈൽഡ് എന്നായിരുന്നു ഏവരും വിശേഷിപ്പിച്ചിരുന്നത്. ശിക്ഷ കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തി അവനെ കാത്തിരുന്നത് ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയും. അവൻ ജീവന് തുല്യം സ്നേഹിച്ച തൻ്റെ പിതാവ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. മകൻ്റെ പ്രവൃത്തികളിൽ മനം നൊന്ത ആ പിതാവിന് മറ്റു മാർഗങ്ങളില്ലായിരുന്നു. അവനറിയാൻ ഒരു കുറിപ്പ് ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം പോയത്. തൻ്റെ പിതാവ് എന്തിനിങ്ങനെ ചെയ്തു എന്നതിനുള്ള ഉത്തരം അതിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു. നിനക്കീ പിതാവ് ഒരു ഭാരമായിരുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. നിനക്കിനിയും ഒരു ജീവിതം ബാക്കിയുണ്ട്, അത് നീ കണ്ടെത്തണം. എന്നെ ഓർത്ത് ഒരിക്കലും ദുഃഖിക്കരുത് എന്നായിരുന്നു ആ കത്തിൽ. മകൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ പിതാവിന് അങ്ങനെ പ്രവർത്തിക്കേണ്ടി വന്നത്. എന്നാൽ തൻ്റെ പിതാവിൻ്റെ രോഗം മാറ്റുവാനാണ് അവൻ ഈ പ്രവൃത്തികളിൽ പോലും ഏർപ്പെട്ടത്. എന്നാലിപ്പോൾ അവൻ ഒറ്റയ്ക്കായിരിക്കുന്നു. ഹക്കുജി ഒരു മോഷ്ടാവായതിനാൽ ജനങ്ങൾ അവനെ വെറുത്തു. അവനെ അവർ അവിടെ നിന്നും നാടുകടത്തി. ഏറെക്കാലം ഊരുതണ്ടിയപ്പോൾ അലഞ്ഞു തിരിഞ്ഞു. അങ്ങനെയിരിക്കെ ഒരിക്കൽ തന്നേക്കാൾ പ്രായമുള്ള 7 പേരെ അവൻ തല്ലുന്നത് കെയ്സോ എന്നൊരു വ്യക്തി കാണാനിടയായി. ഇത്ര ചെറുപ്രായത്തിൽ അവനേക്കാൾ മുതിർന്നവരെ തല്ലാനുള്ള അവൻ്റെ ശക്തി കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. സ്വന്തമായി ഒരു ദോജോ നടത്തുന്ന വ്യക്തിയാണ് കെയ്സോ. എന്നാൽ കാര്യമായ ഒരു കുട്ടികൾ പോലും തൻ്റെ അടുക്കൽ പഠനത്തിനായി എത്തിയിരുന്നില്ല. അതിനാൽ തനിക്ക് ഭാവിയിൽ പറയാനായി ഒരു ശിഷ്യന്മാർ പോലും ഇല്ലായിരുന്നു. ആ സാഹചര്യത്തിൽ തൻ്റെ മുന്നിൽ എത്തിച്ചേർന്നവനാണ് ഹക്കുജി. ഹക്കുജിയെ കെയ്സോ തന്നോടൊപ്പം വരാൻ ക്ഷണിച്ചു. എന്നാൽ ആ ക്ഷണം ഹക്കുജിക്ക് നന്നേ ബോധിച്ചില്ല. ഒരു സാധാരണ വ്യക്തിയെന്ന് കരുതി മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അവൻ പാഞ്ഞെടുത്തു. നിമിഷ നേരം കൊണ്ട് ഹക്കുജി നിലംപരിശായി. എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്നോർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഹക്കുജി മര്യാദരാമനായി കെയ്സോയുടെ ഒപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങി. അവിടെ എത്തിയപ്പോൾ കെയ്സോ തന്നെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം ഹക്കുജിക്ക് പറഞ്ഞുകൊടുത്തു. രോഗം ബാധിച്ച് കിടപ്പിലായ തൻ്റെ മകളെ കെയ്സോ അവന് പരിചയപ്പെടുത്തി. അവളെ കാലത്തും വൈകിട്ടും ഏതു നേരവും ശുശ്രൂഷിക്കാൻ അദ്ദേഹം അവനെ ചുമതലപ്പെടുത്തി. കൊയൂക്കി എന്നായിരുന്നു അവളുടെ പേര്. നിഷ്കളങ്കമാർന്ന ആ മുഖം കണ്ട ഹക്കുജിക്ക് അവൻ്റെ പിതാവിനെ ഓർമ്മ വന്നു. നന്നാകാൻ തനിക്ക് ലഭിച്ച മറ്റൊരവസരമായിരിക്കുമോ ഇതെന്ന് അവൻ ഓർത്തു. കൊയൂക്കിയുടെ അവസ്ഥ അത്രത്തോളം പരിതാപകരമായിരുന്നു. എന്നാൽ ഹക്കുജി അവളെ നന്നായി ശുശ്രൂഷിച്ചു. ഒരിക്കൽ അവൾ അവനോടൊരാഗ്രഹം പറഞ്ഞു. വർഷങ്ങളായി ഇവിടെ ഒരു ഉത്സവം നടക്കാറുണ്ട്.
ആ സമയം ആകാശത്ത് നിറഞ്ഞു പകരുന്ന വർണ്ണപ്പകിട്ട് കാണാൻ അവൾ ഏറെ ആഗ്രഹിക്കുന്നു. എന്നാൽ അതൊരിക്കലും തനിക്ക് കാണാൻ സാധിക്കില്ലല്ലോ എന്നോർത്തവൾ സങ്കടപ്പെട്ടു. എന്നാൽ അവൻ അവൾക്ക് വാക്കു നൽകി, അസുഖം ഭേദമാകുമ്പോൾ ഉറപ്പായും തന്നെ കാണിക്കാൻ കൊണ്ടുപോകാമെന്ന്. എന്നാൽ ഒരു ഭാഗത്ത് ആശ്വാസം നിറയുമ്പോൾ മറുഭാഗത്ത് ഭീതിയുടെ നിഴലിപ്പ് വീണുകൊണ്ടിരുന്നു. തങ്ങളെ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കുറേയധികം ദോജോ അധികാരികൾ രംഗത്ത് വന്നിരുന്നു. അവരുടെ ആവശ്യം കെയ്സോയുടെ ആ ഭൂമിയായിരുന്നു. കുട്ടികൾ ആരുമില്ലാത്ത കെയ്സോയുടെ ദോജോ എങ്ങനെയും പിടിച്ചടക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ കെയ്സോ അതൊരിക്കലും സംഭവിക്കാൻ അനുവദിച്ചില്ല. വർഷങ്ങൾ ഏറെ കടന്നുപോയി. കൊയൂക്കിയുടെ അസുഖം നന്നേ ഭേദമായി. അവൾക്കിപ്പോൾ എണീറ്റു നടക്കാനും ചെറിയ ചെറിയ ജോലികളിൽ ഏർപ്പെടാനും സാധിക്കും. ഏറെ കാലം കൊണ്ട് കെയ്സോയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം ഇരുവരെയും വിളിച്ചു വരുത്തി അദ്ദേഹം സംസാരിച്ചു. അത് കേട്ടപ്പോൾ ഇരുവർക്കും പൂർണ്ണ സമ്മതം. കാര്യമെന്താണെന്നാൽ തൻ്റെ മകളെ ഹക്കൂജിക്ക് വിവാഹം ചെയ്തു നൽകാനും അദ്ദേഹത്തിൻ്റെ ദോജോ അവന് കൈമാറുക എന്നതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. കല്യാണത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ തനിക്ക് പറയാനിപ്പോൾ ആരുമില്ല എങ്കിലും തൻ്റെ പിതാവിൻ്റെ പീഠത്തിൽ ചെന്ന് വിവരങ്ങൾ ബോധിപ്പിക്കുവാൻ അവൻ ഏറെ ആഗ്രഹിച്ചു. അന്നവന് ഏറെ സന്തോഷമുള്ള ദിനമായിരുന്നു. കൊയൂക്കി ഒരിക്കൽ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നത് ഇന്നവൻ സാധിച്ചു കൊടുത്തു. അവളുടെ കണ്ണുകളിൽ ആദ്യമായി അവൻ അത്ഭുതങ്ങൾ ദർശിച്ചു. ആ സന്തോഷത്തിൽ ഇരുവരും അവരുടെ അനുരാഗ നിമിഷങ്ങൾ പങ്കിട്ടു. തുടർന്ന് പിറ്റേ ദിവസം ഇരുവരോടും യാത്ര പറഞ്ഞവൻ നാട്ടിലേക്ക് മടങ്ങി. അവിടെ എത്തി പിതാവിൻ്റെ കൽത്തറയിൽ അവൻ ഏറെ നേരം ചിലവഴിച്ചു. അച്ഛൻ പറഞ്ഞിരുന്ന ആ ജീവിതം ഇപ്പോൾ തൻ്റെ കയ്യെത്തും ദൂരത്ത് എത്തിയിരിക്കുന്നു. തിരികെ എത്തിയ ഹക്കൂജിക്ക് അവൻ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു സന്ദർഭമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. താൻ ജീവന് തുല്യം സ്നേഹിച്ച ആ രണ്ട് വ്യക്തികളും പ്രാണനറ്റ് നിലത്ത് കിടക്കുന്നു. മനസ്സിൽ മെനഞ്ഞുവെച്ച ചീട്ടുകൊട്ടാരം ഒരു നിമിഷം കൊണ്ട് തകർന്നു വീണു. കാര്യമെന്താണെന്ന് അവൻ തിരക്കി. വിഷം ബാധിച്ചു മരിച്ചതാണ്. കിണറ്റിലെ ജലത്തിൽ അവരുടെ ശത്രുക്കളായിരുന്ന ആ ദോജോ അധികാരികൾ വിഷം കലർത്തി. ആരും അറിയാതെ മൂവരെയും തീർക്കുക എന്നതായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ ഹക്കൂജി അതിൽ നിന്നും രക്ഷപ്പെടുമെന്ന് അവർ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. പിന്നീട് അവർ കണ്ടത് ഹക്കൂജി എന്നൊരു സാധാരണ മനുഷ്യനെ ആയിരുന്നില്ല, മറിച്ച് അക്കാസയേക്കാൾ കൊടും രാക്ഷസനായി മാറിയ ഒരു വ്യക്തിയെയായിരുന്നു. തലച്ചു വരുന്ന ഹക്കൂജിയെ കണ്ട അധികാരികൾ ചിന്നിച്ചിതറി ഓടാൻ തുടങ്ങി. കയ്യിൽ കിട്ടിയവരെയെല്ലാം അവൻ തൻ്റെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിട്ടു. പലരുടെയും കൈകാലുകൾ പിഴുതെടുത്തു. ചോര കൊണ്ട് അവനെ പൊതിഞ്ഞു. പിന്നീട് സ്വബോധം നഷ്ടപ്പെട്ട് ഒരു ഭ്രാന്തനെ പോൽ അലഞ്ഞു തിരിഞ്ഞു. ഹക്കൂജിയെ ഇന്ന് കാണുന്ന അക്കാസ എന്ന ഭീകര രാക്ഷസനാക്കി മാറ്റുന്നത് പിന്നീട് മൂസാനാണ്. കൂടാതെ അവൻ്റെ ഓർമ്മകളെപ്പോലും മൂസാൻ തുടച്ചു നീക്കി. പൂർണ്ണമായും ഒരു ഡീമനാക്കി മാറ്റുകയാണ് മൂസാൻ പിന്നീട് ചെയ്തത്. ഇത്രയും സങ്കടകരമായ ഒരു ബാക്ക് സ്റ്റോറിയുള്ള മറ്റൊരു ഡീമനും ഡീമൺ സ്ലെയറിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നിങ്ങളിൽ എത്ര പേർക്ക് അക്കാസയെ ഇഷ്ടമാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.